പലർക്കും അറിയില്ല നീക്കോ ഞാച്ച് ചെയ്ത ആൾ തന്നെയാണ് 1983 ചെയ്തതെന്നും പലർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുള്ളത് 1983 ആണോ ഫസ്റ്റ് മൂവി എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഏതാ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അത് ഭയങ്കര വ്യത്യസ്തമായിട്ട്. അപ്പം അന്ന് എനിക്ക് 1983 എന്ന് പറഞ്ഞ സിനിമ എനിക്ക് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കഥാപാത്രം ആ സിനിമയോട് എനിക്ക് അത്രയും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഞാൻ അതുപോലെ ക്രിക്കറ്റിനെ സ്നേഹിച്ച ആളാണ്, അല്ലെങ്കിൽ ഞാൻ അതേപോലെ ഒരു നാട്ടിൻപുറത്ത് വളർന്ന ആളാണ്. അപ്പം ഞാൻ കണ്ട ആൾക്കാരും ഞങ്ങൾ ആ സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു അതൊക്കെയാണ് ആ സിനിമയിലുണ്ടായിരുന്നത്. ആ സിനിമയുടെ അനൗൺസ്മെൻറ്റ് മുതൽ ഞാൻ ആ സിനിമയെ ഫോളോ ചെയ്യുന്ന ആളാണ്. അന്ന് ഞാൻ ആ സിനിമയിലില്ല. വളരെ യാദൃശ്യമായിട്ട് ഷൈൻ ചേട്ടനെ ഒരു സ്ഥലത്ത് വെച്ച് കാണുകയും അങ്ങനെയാണ് ആ സിനിമയിലേക്ക് ഞാൻ വരുന്നത്. അപ്പം ബാബുക്കുട്ടൻ ചെയ്യുന്നതിന് എക്സ്ട്രീംലി ത്രില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷൈൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ എനിക്ക് ചെയ്ത് മതിയാവാത്ത ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ബാബുക്കുട്ടൻ തോന്നിയിട്ടില്ല. കാരണം ആ ഒരു നമുക്ക് നമ്മളല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ പോലെ, അല്ലെങ്കിൽ വേറെ നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരെ പോലെയൊക്കെ. അപ്പോൾ അതിനകത്ത് ഒരുപാട് വേറെ ചേഷ്ടകൾ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു ആക്ടറായിട്ട് ഇനി തുടരാമെന്ന് എനിക്ക് തോന്നിയതും 1983 ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അത് തിയേറ്ററിൽ വന്ന ആൾക്കാർ, ഞാൻ ആ സമയത്താണ്, പണ്ട് അന്നൊരു സംഭവമുണ്ട്, ഒരാളൊരു ടൈറ്റിൽ, അതായത് ഒരു ജോലി ജോലി എന്നാവുന്നത് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഫേസ്ബുക്കിൽ ഇപ്പം ആക്ടർ എന്നിട്ടാൽ അന്ന് പോലെ ഞങ്ങൾ ആക്ടറാണ്, ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ പോലെ. അപ്പം ഞാൻ അതുവരെ ഞാൻ ഇട്ടിരുന്നത് വർക്കിംഗ് അറ്റ് ധനലക്ഷ്മി ബാങ്ക് എന്നായിരുന്നു എൻ്റെ കിടന്നിരുന്നത്. നീക്കോ ഞാച്ച് വന്നതിന് ശേഷം ഞാൻ മാറ്റിയിട്ടില്ല. കാരണം ഞാൻ ആ പേരിന് ഡിസേർവിങ് ആയിരിക്കണമെന്ന് എനിക്കൂടെ തോന്നണമല്ലോ. അപ്പോൾ നീക്കോ ഞാച്ച ഓക്കെ, അത് സംഭവിച്ചു. അപ്പോഴും ആൾക്കാർ പറയുമ്പോഴും എനിക്ക് കുറച്ചുകൂടെ ഒരു കൺവിക്ഷൻ വരണമായിരുന്നു. അപ്പോൾ എനിക്ക് ആ കൺവിക്ഷൻ വന്നത് 1983 ചെയ്തപ്പോഴാണ്. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഇപ്പോഴും ആൾക്കാർ അതിനെപ്പറ്റി പറയും, 1983 പറ്റി പറയും. അതെനിക്ക് വന്ന എല്ലാ കാലത്തും അത് ഞാൻ എത്ര നാൾ കഴിഞ്ഞാലും 1983 പറ്റിയിട്ട് പറയും. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു 3 സ്റ്റേജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ഞാൻ വർക്ക് ചെയ്ത, അതായത് ആസ് എൻ ആക്ടർ വർക്ക് ചെയ്യാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ക്യാരക്ടറാണ് ആ സ്റ്റേജിൽ. കാരണം അതിലിപ്പം ഈ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ അന്നും പറഞ്ഞാൽ എനിക്ക് എത്ര വേണമെങ്കിലും നര ഇട്ടോ, ചെവിയിൽ രോമം ഉണ്ടാവും അയാൾ മുറുക്കും, അയാൾ കാവ്യമുണ്ട് കൊടുക്കും, അയാൾ കയ്യിൽ ചരടുണ്ടായിരിക്കും, കുറി ഉണ്ടായിരിക്കും, മുറുക്കി കഴിഞ്ഞ് ഒരു വെറ്റിലയുടെ ഒരു തുമ്പ് ഇവിടെ വെക്കും. അപ്പോൾ ഇതെല്ലാം ഇട്ടപ്പോൾ ഇങ്ങനത്തെ കുറേ അഡീഷൻസ് വന്നപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എളുപ്പമായി. കാരണം ഇത്രയും നമുക്ക് കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുകയാണ്. അത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മതിയാവും. 1983 ക്യാരക്ടേഴ്സ് അല്ലേ ഇപ്പോൾ ഈ ബാബുക്കുട്ടനാണെങ്കിലും ഒക്കെ, അതിലൊരു വേറെയും കുറേ ദിനേശ് പ്രഭാകർ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ആസ് വി ഇപ്പോൾ ഈ ഒരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ സ്ക്രിപ്റ്റിൽ ഇപ്പോൾ അങ്ങനത്തെ ഇൻറ്റൻസിറ്റി ഉള്ള സൈഡ് ക്യാരക്ടേഴ്സ് ഇല്ലാതായതുപോലെ തോന്നുന്നുണ്ടോ? ഡിഡ് യു ഫീൽ സോ? ആക്ച്വലി ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം വളരെ ലിമിറ്റഡ് ഒരു പെർവ്യൂയിലൂടെയാണ് സിനിമയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പോകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നായകനെ സെൻറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് അയാളുടെ ഈ വേരിയേഷൻസ് എല്ലാം ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യുമായിരിക്കും. പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പോലീസുകാരനായിട്ട് അഭിനയിക്കാൻ പോലീസുകാരനെ വിളിക്കുക, ജേർണലിസ്റ്റായിട്ട് അഭിനയിക്കാൻ ജേർണലിസ്റ്റിനെ വിളിക്കുക, ന്യൂസ് റിപ്പോർട്ടറായിട്ട് മറ്റേ ചാനൽ അത് അവരെ തന്നെ വിളിക്കുക. അപ്പോൾ അതിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിക് ഇൻഫ്ലുവൻസോ ഒരു കോൺട്രിബ്യൂഷനോ അവിടെ സംഭവിക്കുന്നില്ല.